പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നയിക്കും.
അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ വിഭജിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധ സുവിശേഷം 21-ാം അധ്യായം 33 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ഒരു ഉപമ അവരോട് പറഞ്ഞു. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിന് ചുറ്റും വേലി കെട്ടി അതിലൊരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കുവാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ചടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവനോട് കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ എന്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞു സ്വപുത്രൻ തന്നെ അവരുടെ അടുത്തേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരും നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വേദിയിലേക്ക് എറിഞ്ഞ് കൊന്നു കളഞ്ഞു. അങ്ങനെ മുന്തിരിത്തോട്ടത്തിന് ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്ത് ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടനെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും. ഇത് ആരുടെ മേൽ വീഴുന്നു അവനെ അത് ധൂളിയാക്കും.
ഉടമസ്ഥൻ ദൈവമാണ്. ദൈവത്തിലേക്ക് തിരിയുക. ഈശ്വരശിയായ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നമ്മൾ ഉടമസ്ഥരല്ല, കാവൽക്കാർ മാത്രമാണ്. ഇന്നത്തെ സുവിശേഷം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി തന്റെ ഭൃത്യന്മാരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് അവർ ഉത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങൾ നിറവേറ്റും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥനെ നമ്മുടെ മുമ്പിൽ ദൈവം അവതരിപ്പിക്കുകയാണ്. അവൻ ഉത്തരവാദിത്തങ്ങൾ എല്ലാം നിറവേറ്റുകയാണ്. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിന് ചുറ്റും സുരക്ഷിതത്വത്തിനായിട്ട് വേലി കെട്ടി കൂടുതൽ സുരക്ഷിതത്വം ലഭിക്കുവാനായിട്ട് ഗോപുരം പണിതു. അവിടെ നിന്ന് ഫലം ശേഖരിച്ചു അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് മുന്തിരിച്ചട്ട് സ്ഥാപിച്ചു. തന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കാവൽക്കാരാകുവാനായിട്ട് അവർ ഭൃത്യന്മാരെ ഏൽപ്പിച്ചു. പ്രതീക്ഷയുമായിട്ട് ഫലം പുറപ്പെടുവിക്കും, ഫലം നൽകും. ഈ സുവിശേഷം പറയുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തെയും അതോടൊപ്പം തന്നെ വരുവാനിരിക്കുന്ന തന്റെ മരണത്തെയും ഏതാനും വാക്കുകളിൽ സംഗ്രഹിക്കുകയായിരുന്നു. ദൈവം ഇസ്രായേൽ പ്രത്യേകമാവിധം തിരഞ്ഞെടുത്തു. അവർക്ക് വേണ്ടി കൽപ്പനകളും പ്രമാണങ്ങളും നൽകി അവരെ നേർവഴിക്ക് നയിക്കുവാനായിട്ട് പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും നൽകി. എന്നാൽ ആ ജനം ദൈവ വഴികളിൽ നിന്ന് വേറിട്ട് സഞ്ചരിക്കുന്നു. അതോടൊപ്പം തന്നെ യേശുവിന് സംഭവിക്കാതിരിക്കുന്ന സ്വപുത്രനെ തന്നെ അവരുടെ അടുത്തേക്ക് അയച്ചു. അവരെ അവർ കൊന്നുകളഞ്ഞു. വരുവാനിരിക്കുന്ന തന്റെ മരണത്തെ കുറിച്ചുള്ള ഒരു പ്രവചനവും യേശു ഇവിടെ നടത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കുകാലം അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും കാലഘട്ടമാണ്. തെറ്റുകൾ തിരുത്തുവാനുള്ള കാലഘട്ടമാണ്. തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറുവാനുള്ള ഫലം പുറപ്പെടുവിക്കുവാനുള്ള കാലഘട്ടമാണ്. ഓർമ്മപ്പെടുത്തുകയാണ്, മറന്നു പോകരുത്, ഉടമയല്ല മറിച്ച് കാവൽക്കാരാണ് എന്ന്. പലപ്പോഴും ഉടമയുടെ സ്ഥാനത്തേക്ക് വളരുവാനുള്ള ചിന്ത നമ്മളിലുണ്ടാകാം. അത് ആദ്യം മുതൽ നമുക്ക് കാണുവാനായി സാധിക്കും. ദൈവം സൃഷ്ടികർമ്മം നടത്തി ആദ്യത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചു. അവിടെ പ്രലോഭനത്തിലൂടെ സർപ്പം പറയുകയാണ്, നിങ്ങൾ ഈ അപ്പം ഈ പഴം ഭക്ഷിക്കുക, ദൈവത്തെ പോലെയാണ്. ദൈവത്തെ പോലെയാകുവാനുള്ള ആഗ്രഹത്താൽ ഹവ്വ ആ പഴം ഭക്ഷിക്കുകയും അതിൽ ഒരു ഓഹരി ആദത്തിന് കൊടുക്കുകയും ചെയ്യുകയാണ്. ദൈവത്തെ പോലെ ആകുവാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുവാനായിട്ട്. ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യം ഇതുതന്നെയാണ്. ഉടമയാകണം, അവകാശിയില്ലാതാകണം. ഓർമ്മപ്പെടുത്തുകയാണ്, ഉടമയുണ്ട്, അവകാശിയുണ്ടാകും. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ എല്ലാം അവകാശം ആരുടെയാണ് ചോദിച്ചാൽ തീർച്ചയായും നമ്മൾ ഈ ലോകത്തിലെ കാവൽക്കാർ മാത്രമാണ്. നമ്മൾ ഭൂമി വാങ്ങിക്കുന്നു. ആ ഭൂമി ആരുടേതാണെന്ന് ചോദിച്ചാൽ രാജ്യത്തിൻ്റെതാണ് ആ ഭൂമി. നമ്മൾ അതിന്റെ കാവൽക്കാർ മാത്രമാണ്. കാവൽക്കാർ മാത്രമാകുന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരിക. നമ്മൾ വാഹനം വാങ്ങിച്ചാൽ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കേണ്ടതായിരിക്കും. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മളും ഈ ലോകത്ത്
ഈ കാവൽക്കാരായിരിക്കുമ്പോൾ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, ചില ഉത്തരവാദിത്തങ്ങളും നമ്മളെ ഫലമേൽപ്പിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ തന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിയതിനു ശേഷം ഭൃത്യന്മാരെ ഫലമേൽപ്പിക്കുകയാണ്. ദൈവം നമ്മയും ഫലമേൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഇടവകയെ ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. കുടുംബയൂട്ടിലെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാം ദൈവം ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. നിറവേറ്റുവാനായിട്ട്, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനായിട്ട്, കാവൽക്കാരായി തീരുവാനായിട്ട്, കാവലേകുവാനായിട്ട്. ആ കാവൽക്കാരനായി തീരുക എന്ന് പറഞ്ഞാൽ എന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നതാണ് അതിന്റെ അർത്ഥം. മറ്റൊരു വാക്യം പറഞ്ഞാൽ എന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തം കാത്തു സൂക്ഷിക്കുക, സ്നേഹത്തിലായിരിക്കാം, ഉത്തരവാദിത്തബോധത്തിലായിരിക്കാം, മറ്റുള്ളവരുടെ ആവശ്യങ്ങളും അവസരങ്ങളും പറഞ്ഞ് പ്രവർത്തിക്കുന്നതിലായിരിക്കാം ദൈവം ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ആ ബോധ്യം എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. വീണ്ടും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. യഹൂദന്മാരെയും പരിസരയെയും സംബന്ധിച്ചിടത്തോളം അവർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലാണ് യേശു. എന്നാൽ അവൻ ദൈവമായിരുന്നു, ദൈവമാണെന്ന് അറിഞ്ഞ് അവനെ പിൻചെല്ലുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ചരിത്രത്തിന്റെ ഏടുകളിൽ നോക്കിയാൽ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലുകളെ നമുക്ക് കാണുവാനായി സാധിക്കും. ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഒരു കളിക്കാരനായിരുന്നു മെസ്സി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാല് വളഞ്ഞതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയവനാണ് സച്ചിൻ തെണ്ടുൽക്കർ. പൊക്കം കുറവായതിനാൽ മികച്ച കളിക്കാരനായി തീരുവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണ്. നന്നായിട്ട് അഭിനയിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ സ്ലോ ലേണിംഗ് ബോയിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണ്. ഇടവ വികാരിമാരുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനി മണ്ടനാണ്. പഠിക്കുവാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് സെമിനാരിയിൽ നിന്ന് വിടുവാനായി തീരുമാനിച്ച വ്യക്തിയാണ്. ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവം നിശ്ചയിച്ചാൽ നാം മൂലക്കല്ലായി തീരും. ദൈവം ഉടമസ്ഥനാണ്. ഉടമസ്ഥൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റണം. നോക്കുകാലം ഓർമ്മപ്പെടുത്തലാണ് ദൈവത്തിന് പ്രതിഫലം കൊടുക്കണം. അവൻ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി പ്രതിഫലം തരുവാനുള്ള നന്മ നിറഞ്ഞ മനസ്സ് നമുക്കുണ്ടോ എന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. തമ്പുരാന് പ്രതിഫലം കൊടുക്കുവാനായിട്ട്, ഉത്തരവാദിത്ത ബോധത്തിലേക്ക് തമ്പുരാനിലേക്ക് തിരിയുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ ഭാവം നീക്കുന്ന കുഞ്ഞാടായ വിഷയെ ഞങ്ങളുടെ മറ്റുള്ളവരെ പാവങ്ങളുടെ പരിഹാരം അനുഷ്ഠിക്കാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. സ്നേഹത്തിന്റെ പുസ്തകമായ വിഷയെ ഞങ്ങളുടെ ശരീരത്തിനെ അതിന്റെ ഉപാസകളെ ഞാൻ നിന്നോട് കൂടെ ഘോഷിക്കുന്നതിന് ഞാൻ അനുഗ്രഹിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. സാധാരണ പരാജയപ്പെട്ട് ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യം നൽകിയ വിഷയായി പ്രലോഭനം അതിജീവിക്കാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് യാചിക്കുന്നു. വിശ്വാസങ്ങളുടെ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പയെ, ഞങ്ങളുടെ സഭയുടെ പിതാവുകാരനായ മാർ റാഫേൽ മെത്രാപ്പോലീത്തയെ, ഞങ്ങളുടെ മെത്രാപ്പോലീത്ത വികാരി മാർ ജോസഫ് മെത്രാനെ, മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നിർമ്മാണം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് യാചിക്കുന്നു. കർത്താവായ ഈശോയെ, നിന്റെ കൃപ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനവും ഞങ്ങൾ ആദരിക്കുകയും ചെയ്യണമെന്ന് യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും സമർപ്പിക്കാം.
കടാക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കാണാൻ കഴിയുകളെ. ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിറവേറ്റുവാൻ ഫലം പുറപ്പെടുവിക്കുവാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം.
അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനായ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരായ ഞങ്ങളങ്ങയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കും.
സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച് അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ,
ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് അവബോധനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. ഇതിൽ വാങ്ങി പാനം ചെയ്യുക. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ പിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ പ്രദേശം സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അപരാ
വിശ്വസിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവരെ വിളിച്ചപേക്ഷിക്കാം. സുഹൃത്തായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിതത്താൽ വിശ്വസിക്കാനും പാവനം അവരുടെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
നമ്മുടെ തിരുനാളിനെ കുറിച്ച് ആലോചിക്കുവാനായിട്ട് തിരുനാൾ ആലോചന കമ്മിറ്റി തിരുനാൾ ആലോചന പൊതുയോഗം കൂടുന്നതായിരിക്കും. പൊതുയോഗത്തിനായിട്ട് സ്നേഹവും അഭ്യർത്ഥിക്കുന്നു. 30 ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. വൈസ് ചെയർമാനെയും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയായിരിക്കും ആ മീറ്റിംഗ്. അതുപോലെ നിയമസംഖ്യയനുസരിച്ച് SCPM വിൻസെന്റ് ഇപ്പോൾ മാതൃസംഘം വിശ്വാസ പരിശീലനം എന്നിവ ഒത്തുചേർന്ന് പാരിഷ് കൗൺസിലേക്കായിട്ട് തങ്ങളുടെ പ്രതിനിധി 31-ാം തീയതിക്ക് മുമ്പ് തിരഞ്ഞെടുത്ത് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിലെയും നാഥായി നീക്കും സുദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായി നീക്കും. മുദ്രിതരാ